അസാധാരണമായ മഴയുള്ള മാസമായിരുന്നു അത്. വർഷത്തിൽ കൊടൈക്കനാൽ പതിവിലും തണുപ്പായിരുന്നു. 2001 ഒക്ടോബർ 31 അർദ്ധരാത്രി പെരുമാൾ മലയിൽ നിന്ന് കോടൈ ടൗണിലേക്കുള്ള വളവുകളുള്ള ഘാട്ട് റോഡിൽ തമിഴ്നാട് സർക്കാരിന്റെ വനം വകുപ്പിലെ 2 ഗാർഡുമാരായ മുരുകേശനും രാമനും പട്രോളിംഗ് നടത്തുമ്പോൾ നിരന്തരമായ ചാറ്റൽമഴയും കോടമഞ്ഞും ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. പുറത്ത് വായുവിൽ തൂങ്ങിക്കിടക്കുന്ന നനഞ്ഞ മരത്തിന്റെ ഗന്ധം. റോഡിൽ നിന്ന് താഴേക്ക് ഇടതൂർന്ന തോപ്പായ ടൈഗർ ഷോലയിൽ 2 പേരും നോക്കി വച്ചിരുന്നു. തെക്കൻ പശ്ചിമഘട്ടത്തിലെ നീലഗിരി കുന്നുകൾക്ക് മാത്രമുള്ള പ്രാദേശിക ഇലപൊഴിയും മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും പുൽമേടുകളുടെയും വനപ്രദേശങ്ങളാണ് ഷോല അല്ലെങ്കിൽ ചോളൈ. എല്ലാ ദിവസവും 2 ഗാർഡുകളും കൊടൈക്കനാലിലെ ഫോറസ്റ്റ് ഓഫീസിൽ സാധാരണമോ അസാധാരണമോ ആയ മൃഗങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയിക്കണം. അല്ലെങ്കിൽ ആ കൊടും കാടുകളിൽ സാധാരണയായി പ്രശ്നമുണ്ടാക്കുന്ന ഏതൊരു മനുഷ്യപ്രവർത്തനവും ഗൗറിന്റെ അടുത്തേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ. അവ ശാന്തമായ എരുമകളെ പ്രകോപിപ്പിച്ചാൽ ഓടിക്കാമെന്നും മാത്രം. രാമൻ ഒരു ഔദ്യോഗിക ഡയറിയിൽ സൂക്ഷിച്ചു. അതിൽ അന്നത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തി. ഘട്ട് റോഡിലെ മതിലിനോട് ചേർന്ന് 2 കാവൽക്കാർ പെരുമാൾ മലയിൽ നിന്ന് 4-ാം മൈൽ പോസ്റ്റ് കഷ്ടിച്ച് കടന്നപ്പോൾ രാമൻ തന്റെ ട്രാക്കിൽ നിർത്തി. ആരോ ഏകദേശം 5 മീറ്റർ താഴെയുള്ള അടിക്കാടുകളിൽ കിടക്കുന്നു. പക്ഷേ റോഡിൽ നിന്ന് വ്യക്തമായ കാഴ്ചയില്ല. അവനും മുരുകേശനും താഴ്ന്ന പാരപെറ്റിനു മുകളിലൂടെ ചാടി വനപാലകർ പോകുന്ന വഴിയിൽ ഉറപ്പിച്ച് നനഞ്ഞതും വഴുവഴുപ്പുള്ളതുമായ ചരിവിലൂടെ ഇറങ്ങി. അത് ഒരു ചെറുപ്പക്കാരനായിരുന്നു. മരിച്ചിരുന്നു. ഒരു പുൽത്തകിടിയിൽ കിടക്കുന്നു. റോഡിൽ നിന്ന് വ്യക്തമായി കാണുന്നതിന് തടസ്സമായി പുതിയ സസ്യങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും വളർന്നു. അവന്റെ മുഖം വീർത്തിരുന്നു. തങ്ങളെക്കാൾ നല്ല ശമ്പളമാണ് ഈ വ്യക്തിക്ക് ലഭിച്ചതെന്ന് വസ്ത്രങ്ങൾ കണ്ട് രാമനും സഹപ്രവർത്തകനും നിർദ്ദേശിച്ചു. കാടിനുള്ളിൽ അജ്ഞാത മൃതദേഹങ്ങൾ കോടയിൽ നിത്യസംഭവമായിരുന്നില്ല. പക്ഷേ പെരുമാൾ മലയിൽ നിന്നുള്ള വനപാലകർ വഴിയാത്രക്കാരോട് ആർക്കെങ്കിലും ആളെ അറിയാമോ എന്ന് ചോദിച്ചത് ഇയാൾ നാട്ടുകാരനാണെന്ന് ഒഴിവാക്കാനാണ്. തുടർന്ന് അവർ ഒരു നാട്ടുകാരനോട് പ്രാദേശിക ഫയർമാൻ നടേശനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. നടേശൻ എത്തിയപ്പോഴേക്കും സമയം 12:30 ആയിരുന്നു. 2 വനപാലകരും ഫയർമാനെ ശരീരത്തിന് കാവൽ നിർത്തി. കൊടയിലേക്ക് പോകുന്ന വാഹനത്തിൽ കയറി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയി. വൈകിട്ട് 6:45ഓടെയാണ് 2 വനപാലകരും മൃതദേഹത്തിനു നടേശൻ കാവൽ നിൽക്കുന്ന സ്ഥലത്ത് തിരിച്ചെത്തിയത്. കോടൈ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഇമ്മാനുവൽ രാജ്കുമാർ, ഹെഡ് കോൺസ്റ്റബിൾ സെബാസ്റ്റ്യൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. പോലീസ് ജീപ്പിൽ അവരോടൊപ്പം 2 ശുചീകരണ തൊഴിലാളികളായ ശൈലനാഥനും ജോണും ഉണ്ടായിരുന്നു. പോലീസ് രേഖകളിൽ തൂപ്പുകാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. നേരം ഇരുട്ടിയിരുന്നുവെങ്കിലും നാട്ടുകാരുടെ ഒരു ചെറിയ ജനക്കൂട്ടം സ്ഥലത്ത് തടിച്ചുകൂടി. ദൃശ്യത്തിന്റെ രേഖാചിത്രവും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. മരണകാരണം കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ അധികാരപ്പെടുത്തുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ CRPC സെക്ഷൻ 174 പ്രകാരം രാമന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ ശൈലനാഥനും ജോണും ചേർന്ന് മൃതദേഹം കൊടൈക്കനാലിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. 2 ദിവസത്തിന് ശേഷം നവംബർ 2-ന് ആശുപത്രിയിലെ ഡോക്ടർ ശിവകുമാർ പോസ്റ്റ്മോർട്ടം നടത്തി ഇനിപ്പറയുന്ന നിഗമനങ്ങളിലെത്തി. മരണസമയം പോസ്റ്റ്മോർട്ടത്തിന് ഏകദേശം 3 മുതൽ 5 ദിവസം മുമ്പ്. ത്രോട്ടിലിംഗ് മൂലം ശ്വാസം മുട്ടൽ മൂലമുള്ള മരണം. ഏകദേശം 30 വയസ്സ് പ്രായമുള്ള പുരുഷ ശരീരം. വിരലുകളിലും കാൽവിരലുകളിലും നഖങ്ങൾ നീല. മുഖം, നെഞ്ച്, വയറ്, വൃഷണസഞ്ചി, ലിംഗം എന്നിവ ചെറുതായി വീർത്തു. ശരീരം ജീർണിച്ചതിന്റെ പ്രാരംഭഘട്ടത്തിലായിരുന്നു. കണ്ണും നാവും പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. വലത് തോളിന്റെ മുൻഭാഗത്തും പുറം ഭാഗത്തും വിള്ളൽ. ഹയോയിഡ് അസ്ഥിയുടെ ഒടിവ്. ആകൃതിയിലുള്ള അസ്ഥി കഴുത്തിൽ നാവ് നിലനിർത്തുന്ന വോയിസ് ബോക്സിന് തൊട്ട് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതാണെന്ന് വ്യക്തമായി. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. അത് കണ്ടെത്തിയിട്ട് 48 മണിക്കൂറിലധികം കഴിഞ്ഞു. ആളെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിച്ചിരുന്നില്ല. അത് അവരുടെ പരിധിയിൽ പരിഹരിക്കപ്പെടാത്ത കുറ്റകൃത്യമായി തുടരും. 2001-ൽ രാജഗോപാൽ മൂന്നാമത്തെ ഭാര്യയെ സ്വീകരിക്കാൻ തീരുമാനിച്ചതോടെയാണ് നാടകം അരങ്ങേറിയത്.
ഒരേയൊരു പ്രശ്നം, രാജഗോപാലിന്റെ മാനേജരുടെ മകൾ ജീവജ്യോതി, രാജഗോപാൽ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച സ്ത്രീ പ്രിൻസ് ശാന്തകുമാറിനെ ഇതിനകം വിവാഹം കഴിച്ചിരുന്നു. ജീവജ്യോതി തന്റെ ഭർത്താവിനെ വെറുക്കാൻ ഒരു മന്ത്രവാദിനെ ഏർപ്പാട് ചെയ്യുന്നതിലേക്ക് രാജഗോപാൽ പോയി. ആഡംബര സമ്മാനങ്ങൾ മുതൽ ഭീഷണി വരെ എല്ലാം പരീക്ഷിച്ചു. അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ ശാന്തകുമാറിനെ പുറത്തെടുക്കാൻ രാജഗോപാൽ തന്റെ ജോലിക്കാരിൽ ഒരാളെ ഏർപ്പാടാക്കി. ഒന്നുകിൽ ജീവജ്യോതിയുടെ ഇഷ്ടം കൊണ്ടോ ജ്യോതിഷിയുടെ ഉപദേശം കൊണ്ടോ. ശാന്തകുമാറിനെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും അവളെ തന്റെ മൂന്നാം ഭാര്യയായി വിവാഹം കഴിക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എഫ്ഐആർ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഈ പ്രാരംഭ വാചകം ഉയർന്നിരുന്നു. 2009 രാജഗോപാലിന് ജീവപര്യന്തം തടവു ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള കോടതി വിധി. ഞങ്ങളുടെ പരിഗണിച്ച അഭിപ്രായത്തിൽ ശാന്തകുമാറിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം ടൈഗർ ചോലയിൽ എറിഞ്ഞതിന് എല്ലാ അപ്പീലുകളുടെയും പങ്കാളിത്തം പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടുണ്ട്, സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞു. തന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി രാജഗോപാൽ സ്ത്രീയെയും അവളുടെ കുടുംബാംഗങ്ങളെയും അവളുടെ ഭർത്താവിനെയും സാമ്പത്തികമായി സഹായിക്കാറുണ്ടായിരുന്നു. പ്രധാന പ്രതി സ്ത്രീയുമായി പതിവായി ഫോണിൽ സംസാരിക്കുകയും വില കൂടിയ സമ്മാനങ്ങളും നൽകുകയും ചെയ്യാറുണ്ടെന്ന് അതിൽ പറയുന്നു. 2001 ഒക്ടോബർ 1 രാജഗോപാൽ യുവതിയെയും ഭർത്താവിനെയും തട്ടിക്കൊണ്ടുപോയി. പ്രതികൾ ആദ്യം പ്രേരിപ്പിക്കുകയും പിന്നീട് വിവാഹം കഴിക്കാനായി വേർപിരിയാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രത്യേക നടപടി നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇരയെ വീണ്ടും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം നടത്തി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. കൊലപാതക കേസിൽ രാജഗോപാലിനും മറ്റ് 8 പേർക്കും പ്രാദേശിക കോടതി വിധിച്ച 10 വർഷത്തെ തടവ് ശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമാക്കി ഉയർത്തിയിരുന്നു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ പുന്നയാടി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് രാജഗോപാൽ ജനിച്ചത്. അച്ഛൻ ഉള്ളി വിൽപ്പനക്കാരനായിരുന്നു. അവന്റെ അമ്മ ഒരു വീട്ടമ്മയായിരുന്നു. ഒരു കർഷകന്റെ മകൻ. രാജഗോപാലിന്റെ റാഗ് ടു റിച്ചസ് കഥ ആരംഭിച്ചത് തെക്കൻ തമിഴ്നാട്ടിൽ നിന്ന് മദ്രാസിലേക്കുള്ള കുടിയേറ്റത്തോടെയാണ്. പലചരക്ക് വ്യാപാരിയായി അദ്ദേഹം തന്റെ സംരംഭകത്വം ആരംഭിച്ചു. തുടർന്ന് കെ നഗരത്തിലെ ഒരു അടച്ചിട്ട റെസ്റ്റോറന്റ് ഏറ്റെടുത്തു. ഇഡ്ലി, വട, ദോശയുടെ പ്രധാന മെനു വിളമ്പുന്നു. താങ്ങാനാവുന്ന വില, രുചിയിലെ സ്ഥിരത, ശുചിത്വം എന്നിവയായിരുന്നു അടിസ്ഥാന ശിലകൾ. വിപുലീകരിക്കുമ്പോൾ വിഭവങ്ങൾക്ക് അതേ രുചിയുണ്ടെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം ഒരു ഹബ് ആൻഡ് സ്പോക്ക് മാതൃക പിന്തുടർന്നു. ഇപ്പോൾ പോലും ചെന്നൈയിലെ ശരവണ ഭവന്റെ 40 ലൊക്കേഷനുകളിൽ സജ്ജീകരണം ഒരു പരിധിവരെ വികേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ മാതൃക പിന്തുടരുന്നു. ശരവണഭവൻ സ്ഥാപകൻ പി രാജഗോപാൽ ജീവപര്യന്തം ശിക്ഷയുടെ 11ാം ദിവസം ഹൃദയാഘാതം മൂലം മരിച്ചു. ജൂലൈ 9 ജീവപര്യന്തം ശിക്ഷ ആരംഭിച്ചിരുന്നു. പ്രശസ്ത ദക്ഷിണേന്ത്യൻ റെസ്റ്റോറന്റ് ശൃംഖലയായ ശരവണ ഭവന്റെ സ്ഥാപകൻ പി രാജഗോപാൽ 72 ചെന്നൈയിൽ അന്തരിച്ചു.